അദ്ദേഹത്തെ ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത് ദുബായിൽ വെച്ചിട്ടാണ്. എന്നിട്ട് ഇയാള് എന്താണ് എന്നോട് പറഞ്ഞു ആക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നീട് രണ്ടാമത് ആൾ വിളിച്ചിട്ട് പറഞ്ഞത് മറ്റൊന്ന് ഞാൻ ഫ്രീ അല്ല, എനിക്ക് കുറച്ച് പരിപാടികളുണ്ട്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ജാസി വായ കൂടെ അങ്ങനെ ആരും കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞേ ഇതെന്താ ഇയാൾ ഇങ്ങനെ പറയുന്നേ? അപ്പൊ എന്നോട് പറഞ്ഞ ആശയാണല്ലോ. എല്ലാവർക്കും നമസ്കാരം. പിൻവാതിൽ അസോസിയേഷനിലേക്ക് സ്വാഗതം. ഈ മുരാരി തന്ത്രി എല്ലാവർക്കും അറിയാലോ, രാജൻ ബാബു വാങ്ങാണ്ടായിരുന്നു അല്ലേ? അത് തന്നെ. ലവൻ ആട്ടോ ഡ്രൈവർ ആയിരുന്നു, ലവൻ തന്ത്രിയായി മാറുകയാണ്. ഏത് പള്ളിക്കൂടത്തിൽ പറഞ്ഞാൻ വേണ്ടി തന്ത്രിയായെന്ന് അറിയില്ല. എന്തായാലും ഉടായ്പ് തന്ത്രിയായി മാറിയിരിക്കുകയായിരുന്നു നമ്മുടെ മുരാരി തന്ത്രി. റീൽസ് ഒളി മാപ്പിളപ്പാട്ടുകൾ എടുത്തു വെച്ച് റീൽസ് ചെയ്ത് മുസ്ലിങ്ങളുടെ ഇടയിലും ഇടം നേടിയ ഹിന്ദുവായ തന്ത്രി എന്നൊക്കെയുള്ള പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു തന്ത്രിയായിരുന്നു. ലോക ഉടായ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ കുറ്റം പറയുന്ന പോലെ ആയിപ്പം വെറും ചെറ്റയായിരുന്നു എന്നതാണ് വാസ്തവം. ഓക്കെ, അങ്ങനെയുള്ള ഒരുത്തനെ എക്സ്പോസ് ചെയ്തത് നമ്മളെല്ലാവരും കണ്ടതാണല്ലോ. അവൻ എത്രത്തോളമുള്ള നാറിയാണെന്ന് നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് റീസെന്റ് ഒരു പോക്സോ കേസിൽ അവൻ അകത്തായിട്ടുണ്ടായിരുന്നു. അതും കോമഡിയാണ്, കോമഡിയോട് കോമഡി. ഒളിച്ചിരുന്ന് ലോഡ്ജിൽ തൂക്കി മുഞ്ചി, അത് തന്നെ പറയാൻ പറ്റും. അങ്ങനെ തൂക്കി അകത്ത് കൊണ്ടുപോയി അകത്തിട്ട് ഇപ്പൊ അകത്ത് കിടക്കുന്നുണ്ട്. അവിടെ കിടന്ന് കമ്പി ഉണ്ടെന്നേരി ഇടി കിട്ടിക്കാണു നല്ല പോലെ. മറ്റേ പോക്സോ കേസായിട്ട് ഇടിച്ച് നെയ്യളക്കവന്മാര് അത് കിട്ടിക്കാണും. ഇവൻ ആദ്യം അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് ഇവന് കൈക്കൊരു ഗുരുവില്ലായിരുന്നു. പോലീസുകാരും ഇടിച്ച് ഞെടുക്കിയിരിക്കുന്നു. പിന്നെ ഇവനെ പുറത്തു കൊണ്ടുവന്ന സമയത്ത് ഇവൻ കൈയും കെട്ടിയാണ് പോകുന്നത് കണ്ടത്. എന്തായാലും ഉമ്മോച്ചായിരിക്കില്ലല്ലോ കയ്യില്, അതുകൊണ്ട് പറഞ്ഞതാണ്. എന്തായാലും ഇതാണ് മുരാരി തന്ത്രിയെ പറ്റിയിട്ടുള്ള ഒരു എന്ത് പറയാ, ഒരു അവിശോക്തി സാധനം. ഇനി മുരാരി തന്ത്രിയുടെ 2 റീല് കണ്ട് തുടങ്ങിയിട്ട് നമുക്ക് പിൻവാതിൽ അസോസിയേഷനിലോട്ട് പോകാം. ഐശ്വര്യമായിട്ട് ഇഷ്ടമോതിടുവാൻ പെണ്ണെ മടി എന്തിനാ, കൽബ് തന്നിടുവാൻ നാണമിനി എന്തിനാ, മഹറ ഞാൻ വന്നിടാ നീ എന്റേതാകുമോ, സ്നേഹക്കടലായി നീ എന്റെ മാത്രമാകുമോ, നാണം നീ മാറ്റിയിടുമോ, എന്റെ പെണ്ണായി നീ വന്നിടുമോ. ഞാൻ പ്രേമത്തിൻ മുനമ്പിൽ ഇതുവരെ എഴുതാത്തൊരു കൃതി. രോമാഞ്ചിഫിക്കേഷൻ. ഇതാണ്ടാ നമ്മുടെ മുരാരി തന്ത്രി. പാത്തിട്ടല്ലേ. പക്ഷെ തന്ത്രിയെ കുറിച്ചിട്ട് ഒരു പുതിയ ആരോപണം വന്നിട്ടുണ്ട്. ആണുങ്ങൾക്ക് ഒരു പെണ്ണ് കേസ് വന്നാലേ നാട്ടക്കേസാണ്. അത് ഒരു രീതിയിൽ പിന്നെ ഒരു ഇതെന്തെങ്കിലും പറഞ്ഞേക്കും. പ്രത്യേകിച്ച് വിവാഹ വാഗ്ദാനം നൽകിയൊക്കെയുള്ള കേസുകളൊക്കെയാണെങ്കിൽ നമുക്ക് ഓക്കെ. വീണ്ടും അതല്ലാണ്ട് പീഡനം തന്തയില്ലായ്മയൊക്കെ അടിച്ച് അവൻ്റെയൊക്കെ ഞാണപ്പല് തെറപ്പിക്കണം. ഇനി ഒരാണ് കേസ് വന്നാലുള്ള അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്ക്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പിൻവാതിൽ അസോസിയേഷൻ ആണെന്ന്. ജാസി, നമ്മുടെ ജാസി എല്ലാവർക്കും അറിയാലോ. കൊയിലിന്റെ മണിനാദം കേട്ടു, കാട്ടിൽ കുതിരയുടെ കുളമ്പടി കേട്ടു. ഇതാണ് നമ്മുടെ ജാസി കൊച്ചി. ജാസി അളിയൻ പുതിയ ഒരു ആരോപണമായിട്ട് മുരാരി തന്ത്രിക്ക് ഇറങ്ങിയിരിക്കുകയാണ് രംഗത്ത്. തന്ത്രിക്കെതിരെയാണ് കേട്ടാ, തന്ത്രിയെ സപ്പോർട്ട് ചെയ്തോണ്ടല്ല. അപ്പൊ തന്ത്രിയെ വലിച്ചു കീറി ഒട്ടിച്ചും കൊണ്ടുള്ള ഒരു സംഭവമാണ് ജാസി ഉദ്ദേശിച്ചത്. ജാസി, ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിട്ട് ഇത്രയും കാലം എന്ത് മറിച്ച് വെച്ചത്, എന്ത് പുറത്ത് പറയാത്തത്, ആരും അറിയണ്ടെന്ന് വെച്ചാ, എല്ലാം രഹസ്യമായിട്ട് നടക്കട്ടെന്ന് വെച്ചാ, എന്താണ് ജാസി ഉദ്ദേശം എനിക്ക് കണ്ട് പിടിയിട്ടില്ല. ഉദ്ദേശത്തിന്റെ സിദ്ധി എനിക്ക് പിടിയിട്ടില്ല. മുരാരി തന്ത്രി ഇപ്പൊ അകത്തു പോയപ്പോ വന്നിരിക്കാന് എന്നോട്, ഞാൻ ആണായിരുന്ന സമയത്ത് എന്നോട് മോശമായിട്ട് പെരുമാറി, ഇപ്പൊ നീ പെണ്ണായ കോപ്പ, ഇപ്പോഴും ആണ്, പിന്നെ ഒരു മാറ്റവും ഇല്ല കേട്ടാ. അതുകൊണ്ട് ആ കൊണേണ്ടിയിലോട്ട് പോരുത്. അപ്പൊ നമുക്ക് ജാസിയുടെ പിൻവാതിൽ അസോസിയേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് അസോസിയേഷന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ മുരാരി തന്ത്രിയുമായിട്ട് ഡിസ്കസ് ചെയ്ത കാര്യവുമായി ബന്ധപ്പെട്ട് ജാസി പറയുന്നത് കേട്ട് നോക്കാം. ഹലോ, അപ്പൊ എല്ലാവർക്കും സ്വാഗതം. ജാസി ആഷി ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എനിക്ക് ഒരു കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്ക് കിട്ടിയ ഒരു മോശം അനുഭവം, അത് എനിക്ക് തോന്നുന്നു പറയേണ്ട ഒരു റൈറ്റ് ടൈമാണ് ഇപ്പോൾ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഇപ്പൊ എല്ലാവർക്കും അറിയാം, സോഷ്യൽ മീഡിയ തുറന്ന കുറച്ചൊക്കെ വിവാദത്തിൽ നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ് മുരാരി തന്ത്രി. അതെ, അതായത് നമ്മുടെ ജാസി ആഷി ഒഫീഷ്യലിലോട്ട് എപ്പിസോഡിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. എല്ലാവർക്കും അറിയാം, സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ അത്യാവശ്യം കത്തി നിന്ന ഒരു വിഷയം തന്നെയാണ് മുരാരി തന്ത്രി. ഈ മുരാരി തന്ത്രിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ പിൻവാതിൽ അസോസിയേഷന്റെ ഹെഡായിട്ടുള്ള ജാസി ആണ് ഇനി വെളിപ്പെടുത്താൻ പോകുന്നത്. ഈ വെളിപ്പെടുത്തൽ കേട്ട് നിങ്ങൾ ഞെട്ടരുത്. മുന്നേ നിങ്ങൾ ഈ വെളിപ്പെടുത്തൽ കേൾക്കണം കേട്ടോ, എന്നിട്ട് വേണം ഞെട്ടാ. ഞാൻ പറഞ്ഞിട്ട് കേട്ടിയത് അതുവരെ ഉണ്ടായിരുന്നു, കണ്ടാൽ മതി. സത്യം പറഞ്ഞാല്
അദ്ദേഹത്തെ ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത് ദുബായിൽ വെച്ചിട്ടാണ്. എനിക്ക് അദ്ദേഹം എന്ന് പറയാൻ ഇപ്പോൾ എനിക്ക് താല്പര്യപ്പെടുന്നില്ല, കാരണം അയാൾ വെറും പറയണ്ട. ഓക്കെ, അപ്പോ ഇപ്പൊ ഈ 16 വയസ്സായ ഒരു പെൺകുട്ടിനെ അതിക്രൂരമായി വീട്ടിൽ വെച്ച് പീഡിപ്പിച്ച ഈ ആളെ കുറിച്ച് എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ ഇയാൾ എനിക്ക് ഫസ്റ്റ് ടൈം എനിക്ക് പരിചയപ്പെടുത്തി തരുന്നത് മറ്റാരുമല്ല, അഫ്കോഴ്സ് എന്റെ ശത്രു നന്ദിനി റെഡ്ഡിയാണ്. ആ സമയത്ത് എന്റെ ശത്രു അല്ലായിരുന്നു, എന്റെ ഫ്രണ്ട് ആയിരുന്നു. എന്റെ ഫ്രണ്ടായിട്ട് കൂടെ നിന്നിട്ടാണല്ലോ എനിക്കത് പണിഞ്ഞത്. അപ്പൊ അവളായിരുന്നു എനിക്ക് പരിചയപ്പെടുത്തിയത്. ഇതിന്റെ ഇടയിൽ സ്വയം വെളുപ്പിക്കാൻ നിക്കല്ലേ ഉള്ള കാര്യം പറയാം. നന്ദിനി റെഡ്ഡി പറഞ്ഞ കാര്യങ്ങളും ആശയെ നീ ഉപദ്രവിച്ച കാര്യങ്ങളും നമ്മളെല്ലാം കണ്ടതും കേട്ടതുമാണ്. ഇനി അതിനെ പറ്റിയിട്ട് ഒരു ഡിസ്കഷനിലോട്ട് വീണ്ടും കൊണ്ടിട്ട് വീണ്ടും ചീഞ്ഞളിഞ്ഞ് നാറാനുള്ള പരിപാടി നോക്കരുത് പിൻവാതിൽ അസോസിയേഷന്, കേട്ടാ. ഉള്ള കാര്യം പറഞ്ഞതാണ്, നമ്മൾ കണ്ടതും കേട്ടതും. ഇനി അതിന്റെ പേരിൽ വീണ്ടും ഒരു അളിഞ്ഞു നാറ്റം ചീഞ്ഞു നാറ്റം വേണ്ട, മതി, നമുക്ക് വേണ്ട ജാസി, വേണ്ടളിയേ വേണ്ട, മതി, ഇതോടെ നിർത്ത്. നന്ദിനി റെഡ്ഡിയെ വലിച്ചങ്ങോട്ട് നൈസായിട്ട് വീണ്ടും ഇട്ട്, അത് എന്തിനാ? സ്വന്തമായിട്ട് വെളുക്കാൻ വേണ്ടിയിട്ട്. മുരാരി തന്ത്രി അടിച്ചുകൊണ്ട് സ്വന്തമായിട്ട് വെളുക്കാൻ തുടങ്ങിയിരുന്നു. കഷ്ടം, പരമകഷ്ടം. ആശിയുടെ ജീവിതം നായ നക്കിയ അവസ്ഥയിലാണ്. അവൻ എന്തിനോ എപ്പോഴോ വന്ന് എവിടെയോ വന്ന് പെട്ടതുപോലത്തെ അവസ്ഥയാണ്. അന്ന് അവന്റെ വീഡിയോ ഒക്കെ കണ്ടാണ് അവനെ പിച്ച് വലിച്ച് മാന്തി നുള്ളി തീർത്ത് വെച്ചിരുന്ന, ഉതവാതാക്കി വെച്ചിരുന്ന ആ പാമ്പയലിനെ. എന്തോ ബാ ജാസി പറയുന്നതല്ലേ നമുക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. എന്തായാലും ജാസി പറയുന്ന തന്നെ ശരണം. അപ്പോ എന്നോട് ഇവള് പറഞ്ഞു, ജാസി നീ നല്ല ആക്ടിങ് ഒക്കെ ചെയ്യുന്ന ആളല്ലേ, എനിക്ക് ഒരു ആളറിയാം, അതായത് ഇയാളെ ഈ മുരാരി തന്ത്രിനെ അറിയാം. അയാള് പുതിയൊരു സിനിമ എടുക്കുന്നുണ്ട്, അതിൽ നല്ലൊരു റോൾ വേണ്ടിയിട്ട് അയാൾ കുറെ ആൾക്കാരെ തിരയുന്നുണ്ട്. അപ്പോ അതില് ഒരു ഡാൻസറിന്റെ വേഷം, അതായത് ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരു ഡാൻസർ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ വേഷമാണ് ഉള്ളത്. അപ്പൊ അത് നിനക്ക് തരാൻ പറഞ്ഞിട്ടുണ്ട്. നിന്റെ കോണ്ടാക്ട് നമ്പർ ചോദിക്കുന്നുണ്ട്, ഞാൻ കൊടുക്കട്ടെ എന്ന് ചോദിച്ചിട്ട് എന്നെ നന്ദിനി വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ കൊടുത്തോ, നല്ലൊരു കാര്യമല്ലേ. ഞാൻ മൂവി സ്വപ്നം കണ്ട് നടക്കുന്ന വ്യക്തിയാണ്. അപ്പൊ ആ സമയത്ത് ഞാൻ ഓൾറെഡി ഇങ്ങനെ ട്രാൻസ്മിഷൻ ഒന്നും ആയിട്ടില്ലല്ലോ. ആ സമയത്ത് ഓൾറെഡി ഞാൻ ലേസർ ട്രീറ്റ്മെന്റ് എന്തോ എടുക്കുന്നുണ്ട് തോന്നുന്നു, അല്ലാണ്ട് ഒരു ഹോർമോൺസ് എടുക്കുന്നുണ്ട്, ദുബായിലുള്ള ഹോർമോൺസ് എടുക്കുന്നുണ്ട്, അല്ലാണ്ട് ഒന്നും ഞാൻ ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ ഓക്കെ, അങ്ങനെ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുത്തു. എന്നെ വിളിച്ചു, എന്നോട് ചോദിച്ചു ജാസിയുടെ വീഡിയോസ് കുറെ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്നോട് സ്റ്റോറി ലൈൻ അയാൾ പറഞ്ഞു, എനിക്ക് ഫുൾ സ്റ്റോറി അയാൾ എനിക്ക് പറഞ്ഞു തന്നു ഫോണിലൂടെ. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഓക്കെ. എന്നിട്ട് എനിക്ക് ഒരു വലിയ ഡയലോഗ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ പഴയൊക്കെ എല്ലാം ആഷിക്ക് അറിയാം കേട്ടോ, കാരണം ആഷി ആ സമയത്തൊക്കെ എന്റെ സ്റ്റിലിന്റെ കൂടെ ഉള്ളതുകൊണ്ട് ആഷിക്ക് അറിയാം, ആഷി ഫ്രണ്ട് ഉണ്ട്, ആ ഫ്രണ്ടിനും അറിയാം. അങ്ങനെ ഇയാള് എന്നോട് പറഞ്ഞു, ജാസി ഒരു കാര്യം ചെയ്യാം, ഡയലോഗ് ആദ്യം തന്നു, അത് ഫുള്ള് പഠിച്ചിട്ട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. അപ്പൊ ദുബായില് എവിടെയാണ് നമ്മൾ പോയത്? കിസീസ് ആയിരുന്നോ? കിസീസിലാണ് ഇയാളുടെ വീട്. ഈ വീടിന്റെ തൊട്ടടുത്ത് ഈ പറഞ്ഞ നന്ദിനി റെഡ്ഡിയുടെ ബാറും. അപ്പോ ഇയാള് അവിടെ ഇടയ്ക്ക് ബാറിൽ വരുമ്പോ ഇവള് ഫോൺ കൊടുത്ത് സംസാരിക്കാറുണ്ട്, ഇയാൾ ഇവിടെ ബാറിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ട് ആ സമയത്ത്. സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ പെൺകുട്ടി കുറെ ഇല്ലീഗൽ ആയിട്ടുള്ള കുറെ ഇതേപോലത്തെ കുറെ കൂടുതൽ ഫ്രണ്ട്സ് ഉണ്ട്. എനിക്ക് ഷോപ്പ് തുടങ്ങുന്ന സമയത്ത്, ദുബായിൽ ഷോപ്പ് തുടങ്ങുന്ന സമയത്ത് ഇതേപോലെ ഒരാളെ എനിക്ക് പരിചയപ്പെടുത്തി തന്നിരുന്നു ഇവള്. ആ സമയത്ത് തുടങ്ങുന്ന മുമ്പേ എനിക്ക് പരിചയപ്പെടുത്തി തന്നത് അയാൾ ഇതേപോലെ കുറെ ക്യാഷ് ഉണ്ടായിരുന്നു, അത് പറ്റിച്ച് അയാൾ അങ്ങ് പോയി. എല്ലാം ഇതേപോലത്തെ കുറെ കള്ളന്മാരും കുറെ പെണ്ണുപിടിയന്മാരും കുറെ ആൾക്കാരൊക്കെയാണ് ഇവിടെ കമ്പനി. അത് പോട്ടെ, അത് ഞാൻ ആ ഭാഗത്തേക്ക് ആ ഭാഗത്തേക്ക് ഞാൻ പോണില്ല, ആ ഭാഗത്തേക്ക് ഞാൻ നടക്കുന്നില്ലത്. പറയാനുള്ള സകലമാന കുറ്റങ്ങളും നന്ദിനി റെഡ്ഡിയെ പറ്റി പറഞ്ഞു അവരാധിച്ച് വെച്ചിട്ട് അവസാനം പറയുന്നത് ഞാൻ ആ ഭാഗത്തോട്ട് പോകുന്നില്ല. എന്തോന്നേ കോമഡി ആവല്ലേ ജാസി പിൻവാതിൽ അസോസിയേഷനിൽ നമുക്ക് അങ്ങാണല്ലേ ഇനി പ്രസിഡന്റ് ആവാനുള്ള തത്രപ്പാടിലാണല്ലേ. നടക്കട്ടെ. എന്നാലും തന്ത്രിയുമായിട്ട് എന്താണ് ജാസിക്ക് ഇടപാട് നമുക്ക് നോക്കണ്ടേ. ജാസിയുടെ ഇടപാടും ജാസിയെ തന്ത്രി വളയ്ക്കാൻ നോക്കിയ ഇടപാടും ഒക്കെ നമുക്ക് നോക്കണ്ടേ. ഈ തന്ത്രിയുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പെണ്ണ് കേസാണെങ്കിൽ വീട്ടും, പക്ഷെ ഒരാണിന് ഒരു ആണ് കേസ് വരുമ്പോൾ അവസ്ഥ ആലോചിച്ചു. കുണ്ടൻ, അയ്യോ എന്തൊക്കെ കേൾക്കേണ്ടി വരുമോ ദൈവത്തിനറിയാം. നീ തീർന്നടാ, നിനക്കിനി വോയിസ് ഒന്നുമില്ല, നീ ഇതോടെ അങ്ങ് കഥം, അത്രേ ഉള്ളൂ. ഇത് പറയാം. അങ്ങനെ ഇയാൾ എന്നോട് പറഞ്ഞു, ഇതില് ക്യാരക്ടർ ഈ സിനിമയുടെ ക്ലൈമാക്സ് വന്നെത്തുന്നത് ഇയാളിലേക്കാണ്, ഇയാൾ അവസാനം വില്ലനാണ്. അപ്പോൾ പറഞ്ഞു ഇയാൾ നല്ലൊരു നടനാണ്, നല്ലൊരു വില്ലനായി മാറും പിന്നീട്, അങ്ങനെയൊക്കെയാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ സ്റ്റോറി കേട്ടപ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ല, നല്ലൊരു സ്റ്റോറിയാണ് എന്നൊക്കെ എനിക്ക് തോന്നി. അങ്ങനെ എന്നോട് പറഞ്ഞു വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞു ഇയാൾ മുരാരി തന്ത്രി. അപ്പൊ എന്നോട് എനിക്ക് ഒറ്റയ്ക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എവിടെയും അങ്ങനെ ഒറ്റയ്ക്ക് പോകാറില്ല. ഒന്നെങ്കിൽ എന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും എന്റെ കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ ആശ ഉണ്ടാവും. ഒറ്റയ്ക്ക് പൊതുവെ ഞാൻ എവിടേക്കും പോകാറില്ല. നിങ്ങൾ ഇപ്പൊ ഞാനിപ്പോ കൊച്ചിയിൽ വന്നിട്ട് ഒരു 1 year കഴിഞ്ഞു. എവിടെയെങ്കിലും നിങ്ങൾ ചിന്ന കാണാണെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് എവിടെയും പോകാറില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒന്നെങ്കിൽ കൂട്ടമായിട്ട് ഫ്രണ്ട്സ് ഗ്യാങ് ഉണ്ടാവും, അല്ലെങ്കിൽ ആശ ഉണ്ടാവും കൂടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രണ്ട്സ് ആരെങ്കിലും ഒരാൾ ഉണ്ടാവും. ഞാൻ ചെറുപ്പം മുതലേ അങ്ങനെ ഒരു വ്യക്തിയാണ്. എനിക്ക് ഒരാൾ വേണം, ഒരു സപ്പോർട്ടിങ്, അല്ലെങ്കിൽ ഒരാൾ എപ്പോഴും കൂടെ വേണം. അത് എന്റെ ഒരു സേഫ് സോൺ ആണ്. അങ്ങനെ ഞാൻ ആഷിനോട് പറഞ്ഞു
ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇയാള് എന്നോട് പറഞ്ഞു വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അപ്പോഴൊന്നും എനിക്ക് റോങ് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. ഇയാൾ വീട്ടിലേക്ക് വരാൻ പറഞ്ഞപ്പോൾ ഇപ്പോൾ അഫ്കോഴ്സ് ഒരു മൂവി ഇപ്പൊ നമ്മളാണെങ്കിലും ഇപ്പോൾ ഒരുപാട് മൂവിയുടെ കാര്യത്തിന് ആൾക്കാരെ നമ്മൾ നല്ല റെസ്റ്റോറൻറ്റിലേക്ക് വിളിക്കും, നമ്മൾ പോയി ചെയ്യും, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ചിലക്കാരെ റൂം എടുത്തിട്ട് വിളിക്കും, നമ്മൾ ഒറ്റക്ക് പോലെ എന്തായാലും ഒരാളെ കൂടെ പോകും. നല്ല കുറെ ഡയറക്ടേഴ്സ് ഉണ്ട്, ഞാൻ ഒരാളെയും കുറ്റം പറയില്ല. ഇയാള് കാശ് മുടക്കുന്ന ആളാണോ എന്താണെന്നൊന്നും എനിക്ക് അറിയില്ല. ഈ കഥയുടെ സ്റ്റോറി എനിക്ക് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും ഇയാൾ ഇത്ര ഫോളാന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ. അയാൾക്ക് അങ്ങനെ ദുബായിൽ കുറെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തോ മറ്റു ചെയ്തോ മറിച്ചതൊക്കെ അറബികളൊക്കെ നല്ല കോൺടാക്ട് ഉണ്ട് തോന്നുന്നു, എനിക്കറിയില്ല. ഈ പടത്തിൽ ഞാൻ അഭിനയിച്ച പടത്തിൽ രതീഷ് ചേട്ടൻ ഉണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. ദുബായിലൊരു രതീഷ് ഉണ്ട്, ആ രതീഷ് ചേട്ടൻ. അങ്ങനെ ഇയാള് റൂമിലേക്ക് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞ ആഷിനോട് പറഞ്ഞ ആഷ് നമുക്ക് ഇങ്ങനെ വിളിക്കുന്നുണ്ട് പോവാണ്ട്. ആഷിനൊരു ഫ്രണ്ട് ഉണ്ട്, ഷറൂബ് എന്ന അയാളുടെ പേര്. ഞങ്ങൾ 3 ആളും കൂടിയാണ് ഇയാളെ വീട്ടിലേക്ക് ഫസ്റ്റ് പോകുന്നത്. അപ്പൊ ഒരു ഫസ്റ്റ് പോയി, അപ്പൊ പോയപ്പോ ഞങ്ങൾക്ക് ജ്യൂസ് ഒക്കെ തന്നു. പക്ഷെ എനിക്ക് ജ്യൂസ് കുടിക്കാൻ ഒരു മടി. ഞാൻ രതീഷ് എഴുന്നേൽക്കൂ രതീഷ്. അതായത് നമ്മുടെ ജാസിക്ക് ജ്യൂസ് കൊടുത്തു നമ്മുടെ മുറാറി എന്നാണ് പറയുന്നത്. മുറാറി കൊടുത്ത ജ്യൂസ് കുടിക്കാൻ ജാസിക്ക് പറ്റിയില്ല, താല്പര്യം തോന്നിയില്ല. കാരണം മുരാരി എന്തെങ്കിലും പകിട നിരത്തി വെച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ഡൗട്ടാണ്. അതായത് എന്തെങ്കിലും കൂടോത്രം ചെയ്ത് വെച്ചിട്ട് കൊടുത്തിട്ട് മയക്കിയിട്ടിട്ട് ഇനി ജാസിയെ എന്ന് ചിലപ്പോൾ ചിന്തിച്ചാണ്. മനസ്സിലായ? ജാസി ആരാ മോയ് ആരേലും ഉണ്ട്. അപ്പൊ അതാണ് സംഭവം. എന്തായാലും മുരാരി പിൻവാതിൽ അസോസിയേഷൻ ആണെന്ന് അറിഞ്ഞപ്പോ എനിക്ക് ചിരിക്കണോ കരയണോ എന്ന് അറിഞ്ഞുകൂട്ടാത്ത അവസ്ഥയായി പോയി. കഷ്ടം. ഇതിനേക്കാളും നീ പോയി മാമിക്ക് മാവട്ടണ വേലൈ പറ മുരാറി. ഇതിനേക്കാളും അതപ്പതിച്ച നീ വേറെ ഇനി ഉണ്ടാടാ മുരാറി. പിൻവാതിൽ അസോസിയേഷനിലോട്ട് പോയിരിക്കുകയാണെന്ന്. അയ്യേ, ഇതിപ്പോ ജാസി പറയുന്നതാണ് കേട്ടോ. ജാസി പറയുന്നത് മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുന്നുള്ളൂ. ഈ പറഞ്ഞ പോലെ ഇനി ജാസിയാണോ മുരാരിയെ വിളിച്ചത്, മുരാരിയാണോ ജാസിയെ വിളിച്ചത്, നമുക്കൊന്നും അറിയാൻ പാടില്ല. ഇത്രയും കാലം വന്നിരുന്ന് പറയാതെ ഇപ്പൊ വന്നിരുന്ന് കൊണയടിക്കുന്ന ജാസി, പിന്നെ നമ്മുടെ ജാസി ഒരു അതിജീവിതനായി മാറുമോ എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ് ഇവിടെ ഉയർന്നു വരുന്ന. സുഹൃത്തുക്കളെ, നിങ്ങളാരും കാണാതെ പോകരുത് ജാസി അനുഭവിച്ച ഒരു മെന്റൽ ട്രോമ. കോപ്പ് വന്നിരിക്കണം അവന്റെ. ദയവ് ചെയ്തിട്ട് ആരുടെയും ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു കഥ ഇറക്കരുത് കേട്ടോ ജാസി. ആണിനൊരു പെണ്ണ് കേസ് വീണ്ടും, പക്ഷെ ആണിനാണ് കേസ്. സമൂഹം അവനെ പിച്ചു ചീന്തും. അതിൽ പല അപമാനം അവന് ഏൽക്കാനില്ല. ചിലപ്പോൾ സ്വയം ജീവൻ ഒടുക്കുന്നു വരും. മുരാരി പുറത്തിറങ്ങുന്ന സമയത്ത് പിൻവാതിൽ അസോസിയേഷൻ ആണ് താനെന്ന് പറഞ്ഞുകൊണ്ട് ജാസി പറയാൻ ശ്രമിച്ചതാണെന്ന് അറിയുന്ന സമയത്തുള്ള മുരാരിയുടെ ഒരു മൈൻഡാണ് ഞാൻ ആലോചിക്കുന്നത്. അവൻ ലോക കാട്ടുകള്ളനാണ്. അത് പറയാതിരിക്കാൻ വയ്യ. എന്നിട്ട് ഇയാൾ കുറെ സംസാരിച്ചു, കുറെ അവിടുന്ന് ഞാൻ കുറെ ആക്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. കുറച്ചും കൂടെ ഫീലിങ്സ് വരുന്നുണ്ട്. ഇയാൾ കുറെ ആക്ടിങ് എനിക്ക് കാണിച്ചു തന്നെ. അത് 5 പൈസക്ക് കൊള്ളില്ല, വേറെ കാര്യം. അതുപോലെ ഇങ്ങനെ ആക്ട് ചെയ്യാൻ എനിക്ക് പറ്റില്ലല്ലോ. അങ്ങനെ ഇയാള് കുറെ ആക്ട് ചെയ്ത് ഇയാളെ പാട്ടൊക്കെ കണ്ട കോമഡിയാണ്. ഞാൻ ഇയാളൊരു പാട്ട് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചു കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാല് അത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ചിരിയാ സത്യം പറഞ്ഞാൽ വന്നത്. അയാൾ ആ പാട്ടിന്റെ ഇത് കണ്ടിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആഷിക്ക്. ഓക്കെ, അതെവിടെ നിൽക്കട്ടെ. ഇതാ ഇയാൾ എപ്പോഴും വാ തുറന്നല്ലാണ്ട് ഇയാള് ആക്ട് ചെയ്യില്ല. ഇയാൾ ഇതാ ഞാൻ കാണിച്ചേ. ഞാൻ പറയട്ടെ ഒരു കാര്യം, പറഞ്ഞ ജാസിക്ക് വിഷമം തോന്നില്ല. രണ്ടും കണക്കാണ്. ഉള്ള കാര്യം പറയാല്ല. അങ്ങേരും കണക്ക, നീയും കണക്ക, രണ്ടളിയന്മാരും കണക്ക് തന്നെ. ഇതല്ലേ അവന് കിട്ടാനുള്ള കൂമ്പിലിടിയെങ്കിലും അവിടെ നിന്ന് കിട്ടുന്നുണ്ടെന്നാണ് എന്റെ പ്രതീക്ഷ. ഇടിച്ച് ഉതവാതാക്കണം അവന്റെ മോനെ. അവന്റെ മോളെ പ്രായം പോലും ഇല്ലാത്ത കൊച്ചിന്റെ അടുത്ത് തന്തയില്ലായ്മ കാണിച്ചിരിക്കുകയാണ്. സത്യം പറയാലോ, കടയാടി മോനെ നീ കടക്കാടി മോനാണ്. നീ കടക്കാടി മോൻ. കള്ളെന്ന് പറയാൻ ഒരു ഓട്ടോ ഡ്രൈവറാണ്. പെട്ടെന്ന് ഓട്ടോ ഡ്രൈവർ ആയിട്ടുള്ള ഇയാള് പിന്നെ ഇയാളെ പേര് മാറ്റുന്നു. പേര് മാറ്റുന്നു, ഇയാള് ഇതാക്കുന്നു. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഒരു ഭാഗത്തേക്ക്. എന്നിട്ട് ഇയാള് എന്നോട് പറഞ്ഞു ആക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നീട് 2ാമത് ആള് വിളിച്ചിട്ട് പറഞ്ഞത് ജാസി എന്തായി എന്ന് വെച്ചു. വലിയൊരു നിഘണ്ടു പോലത്തെ ഒരു സംഭവം എനിക്ക് തന്നു. ഞാൻ അതിൽ ബൈഹാർട്ടായിട്ട് പറഞ്ഞു. പിറ്റേ ദിവസം വിളിച്ചു പറഞ്ഞു മറ്റന്നാൾ ഞാൻ ഫ്രീ അല്ല, എനിക്ക് കുറച്ച് പരിപാടികളുണ്ട്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ജാസി വായ കൂടെ അങ്ങനെ ആരും കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇതെന്താ ഇയാൾ ഇങ്ങനെ പറയുന്നേ? അപ്പൊ എന്നോട് പറഞ്ഞു ആശയാണല്ലോ പാർട്ട്ണറിനെ കൊണ്ടുവരണ്ട, ജാസി വായോ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് എന്തോ റോങ് ഫീൽ ചെയ്തു. അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം. ഇയാൾ അന്നേ തരികിടയാണ്. അല്ല, അന്ന് ഞാൻ ഒന്നുമല്ല, പക്ഷെ എങ്കിൽ പോലും ഇപ്പോ ആണുങ്ങളെയും പീഡിപ്പിക്കുന്ന ആൾക്കാരുണ്ട്, പെണ്ണുങ്ങളെയും പീഡിപ്പിക്കുന്ന ആൾക്കാരുണ്ട്, ബൈസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരൊക്കെ എല്ലാവരും ഉണ്ടല്ലോ. അപ്പൊ അന്ന് ഞാനിങ്ങനെ ഒരു പെൺകുട്ടിയുടെ ശൈലിയാണല്ലോ. അപ്പൊ എനിക്ക് നാണം കെട്ട് നാറി നത്തം കൊട്ടി വല്ലാത്ത അവസ്ഥയായിപ്പോയി മുരാറി. നീ തീർന്നടാ. നിന്നെ
പിൻവാതിൽ അസോസിയേഷനിലോട്ട് പിടിച്ച് കയറ്റില്ലടാ, കുട്ടനാക്കി കളഞ്ഞല്ലോടാ ജാസി. എന്തായാലും ജാസി ഒറ്റയ്ക്ക് വരാൻ വേണ്ടിയിട്ട് മുരാറ് വിളിച്ചു എന്നാണ് ജാസി ആരോപിക്കുന്നത്. ഇതിൽ എത്രത്തോളം കഴമ്പുണ്ടെന്നോ സത്യമുണ്ടെന്നോ എനിക്കറിയില്ല. ഞാൻ പിന്നെ രണ്ടും കണക്കായതുകൊണ്ടാണ് ഞാൻ ഇത് കണ്ടന്റ് എടുത്ത് വെച്ച് ചെയ്തത്. വേറെ ഒന്നും വിചാരിക്കില്ല, സത്യം രണ്ടും കണക്കാണ്. ഞാൻ രണ്ടിനെയും സപ്പോർട്ട് ചെയ്യത്തില്ല, ഉള്ള കാര്യം പറയല്ലോ. രണ്ടും ഒന്നിനൊന്നിനും മെച്ച്. ഏതെടുത്താലും 9/6 എന്ന് പറയില്ല, അതുപോലെ രണ്ടും. ഏതെടുത്താലും 9/6 അല്ല, ഏതെടുത്താലും 100. അതുപോലെയാണ് ഞാൻ രണ്ടിനെയും കണ്ടിട്ടുള്ളത്. രണ്ടിനെയും ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കണ്ടന്റ് ചെയ്യാനുള്ള ഒരു ത്വര എനിക്ക് വന്നത്, ഞാൻ ചെയ്തത്. എന്തായാലും പിൻവാതിൽ അസോസിയേഷനിലേക്ക് മുരാരി തന്ത്രിയെ സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ജാസി അളിയൻ എത്തിയിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, എല്ലാവരും ആനയിച്ച് കയറ്റി വിടുക, എല്ലാവരും സെറ്റപ്പായിട്ട് പോയിക്കോ. ഇനി തീർന്നു, ഇനി നീ പുറത്തിറങ്ങണ്ട, നീ അകത്തോളം ചാവണായിരിക്കും നിനക്ക് നല്ലത് മുരാരിക്ക്. അതിനേക്കാളും നാണക്കേട് വേറെ ഇനി വരാനില്ലല്ലോ. തീർന്നു. പക്ഷെ ഇതെല്ലാം പിന്നീട് ഞാൻ മനസ്സിലാക്കുന്നത്, ഇതെല്ലാം ഈ നന്ദിനി റെഡ്ഡി എന്ന് പറഞ്ഞാൽ ഈ ചെറ്റ ഇവള് പറഞ്ഞു കൊടുത്തിട്ട് ഇയാൾ ചെയ്യിപ്പിച്ചാണ്. കാരണം അയാളാണ് വീഡിയോ എടുത്ത സംഭവം, വീഡിയോസ് എല്ലാം ഈ നന്ദിനിക്കാണ് അയാൾ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് വിത്ത് പ്രൂഫ് എനിക്ക് ഒരാള് മുഖേന എനിക്ക് കാണാൻ സാധിച്ചു. സത്യം കറണ്ട് വന്നു, സത്യമായിട്ടുള്ള സംഭവമായിട്ട് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ ഇയാള്, ഞാൻ അന്ന് പോയില്ല, അന്ന് കുറേ ആശി പറഞ്ഞു വേണമെങ്കിൽ നീ പൊക്കോ, ഷറൂബിനെ കുട്ടി പൊക്കോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതായത് ഇവിടെ ജാസി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് മുരാരിയെ കാണാനായിട്ട് നീ ഷറൂബിനെയൊക്കെ ആരെയൊക്കെ കൂട്ടി പൊക്കോ എന്ന് ആശി പറഞ്ഞു എന്നാണ് ജാസി ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. അടുത്താണ് ജാസിയുടെ കള്ളത്തനം പൊളിയുന്നത്. ജാസി ലോക കള്ളനാണെന്ന് ഞാൻ പണ്ടേ പറയാറില്ലേ, അത് ഇവിടെ ഒന്നുകൂടി ഞാൻ പൊളിച്ചു തരാം. ഈ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. അന്നത്തെ കേസുമായി റിലേറ്റ് ചെയ്താണ്. ഒരു മൂവിയുടെ കാര്യത്തിന് വേണ്ടിയാണ് അയാൾ എന്നെ അപ്രോച്ച് ചെയ്തത്. ഒരു മൂവി ഉണ്ട്, അതിലൊരു ഒരു ഡാൻസർ ആയിട്ടുള്ള ഒരു ട്രാൻസ് ഡാൻസർ ആയിട്ടുള്ള ഒരു കഥാപാത്രം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് വിളിച്ചു. വീട്ടിലേക്കാണ് വിളിച്ചത്. അപ്പൊ എന്നോട് പറഞ്ഞ് അയാളെ ഞാൻ ഒറ്റയ്ക്ക് പോവാന്ന്. പക്ഷെ ആശി ഉണ്ടായിരുന്നു എന്റെ കൂടെ. ആശി ഞാൻ കൂടെ, ആശിയുടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, മൂന്നാളും കൂടെ പോയത്. അത് കഴിഞ്ഞ് എന്നോട് ചോദിച്ചു ഇനി ഒരു വട്ടം കൂടി വരണം, എന്താണ് ഡയലോഗ് തന്നു, ഡയലോഗ് പഠിച്ചിട്ട് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് വരുന്ന സമയത്ത് ഇങ്ങനെ ആശി എങ്ങനെ വരുന്നത്, ഒറ്റയ്ക്ക് വന്നാൽ മതി, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ ഇപ്പൊ നല്ല ഫ്രണ്ട്സ് അല്ലേ, ടിക്ടോക്ക് ഉണ്ടായിരുന്നു, ടിക്ടോക്ക് ഫ്രണ്ട്സ് അല്ലേ എന്നൊക്കെ പറഞ്ഞാൽ. പക്ഷെ രണ്ടാമത്തെ ഒരു ഇതിന് ഞാൻ പോയില്ല, അപ്പൊ സമ്മതിച്ചില്ല പോകാനായിട്ട്. പിന്നെ കേട്ടല്ലോ ഇവിടെ എന്താ പറയുന്നത്, അതായത് ആശി സമ്മതിച്ചിട്ടില്ല പോവാനായിട്ട്, രണ്ടാമത് സമ്മതിച്ചില്ല എന്നാണ് ജാസി പറഞ്ഞു വെക്കുന്നത്. എന്നാൽ അപ്പുറത്ത് പറഞ്ഞത് എന്താ, ആശി പോകാൻ പറഞ്ഞ് മറ്റേ സുഹൃത്തിനെ വിളിച്ചോണ്ട് ഞാൻ പിന്നെ പോയില്ലായിരുന്നു. അപ്പൊ ഇവനും കള്ളന അവനും കള്ളന. കള്ളന് കഞ്ഞി വച്ച കഞ്ഞി ഇരുന്ന് ഒറ്റയ്ക്ക് കുടിച്ചിട്ടിരുന്ന് മറ്റവനെ കുറ്റം പറയുന്നു. ഇതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു കാര്യം. എല്ലാം കണക്കാണ്, ഏതെടുത്താലും 100. ആ സെറ്റപ്പ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, അത് തന്നെയാണ് ഇതൊക്കെ. പിൻവാതിൽ അസോസിയേഷന്റെ ഒക്കെ ഒരു കാര്യങ്ങള്. എന്തായാലും മുരാരി, നീ തീർന്നടാ. നിനക്ക് ഇതിൽ പരം നാണക്കെട്ട കേസിന് വേറെ ജീവിതത്തിൽ വരാനില്ല. നിന്നെ തീർത്ത്, നിന്നെ കുട്ടനാക്കി. ഇനി ഒന്നും പറയാനില്ല. എന്റെ മേശ ക്ലോസ് ചെയ്യാണ് ഞാൻ. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. ആദ്യം പറയാൻ ഞാൻ മറന്നുപോയി. അവസാനം വരെ നിങ്ങൾ കാണുകയാണെങ്കിൽ അതും നിങ്ങൾ മെൻഷൻ ചെയ്തൊന്ന് കമന്റ് ചെയ്തേക്കും. നിങ്ങൾ അവസാനം വരെ എന്റെ വീഡിയോ കണ്ടോ ഇല്ലെന്ന് അറിയാമല്ലോ, ഒരാളെങ്കിൽ ഒരാൾ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.